പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ 8 മിനിറ്റ്. ഈ ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. സർ, ഇവിടെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ രവീന്ദ്രൻ സാർ നിയോ ലിബറലിസവും അതുപോലെ തന്നെ നിയോ നോളജും നിയോ ക്യാപിറ്റലിസവും ഒക്കെ പറഞ്ഞ് അവസാനം അത് ഒരു ഫാഷിസത്തിലേക്ക് പോകാവുന്ന തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. സർ, അതിലൂടെ മറുപടി പറഞ്ഞതുപോലെ നിങ്ങൾ തോറ്റത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞതുപോലെ ഫാഷിസം ഇന്ത്യയിൽ വന്നത് ഈ നവ ലിബറൽ നോളജ് ഒന്നും ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് 2 മെമ്പർമാർ മാത്രം ഉണ്ടായിരുന്ന BJPയെ പിന്നീട് 8ലേക്കും 9ലേക്കും 12, 13ലേക്കും 89ലേക്കും ഒക്കെ കൊണ്ടുപോയി നിങ്ങളുടെ സഹവാസം കൂടുതലാക്കി ഉണ്ടാക്കി കൊടുത്ത് അവരെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് കേന്ദ്രത്തിൻ്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമായ എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ് എന്ന ബോധ്യം നിങ്ങൾ മറന്നു പോകരുതേ എന്ന് സൂചിപ്പിക്കുകയാണ് സർ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കരായി രാജൻ ഇവിടെ സൂചിപ്പിച്ചു നെഹ്റുവിൻ ആശയങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. നെഹ്റുവിൻ ആശയങ്ങളെ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ബഡ്ജറ്റിന് എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് സർ. പാവങ്ങളും പട്ടിണിക്കാരുമായിരുന്ന ഒരു രാജ്യത്ത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഇന്ത്യ രാജ്യത്തെ പുനർക്രമീകരണം എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയ നെഹ്റുവിൻ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തി ഇന്ന് ഇന്ത്യ ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയും അതുപോലെ തന്നെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ മോശകരമായ പ്രവർത്തനങ്ങളുമൊക്കെ കൊണ്ട് തകർന്നുപോയ ഒരു കേരളത്തെ ഉദ്ദീപിപ്പിച്ച് കൊണ്ടുവരാൻ ആവശ്യമായ ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനിലൂടെ ഈ ബഡ്ജറ്റിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് പറയാനും കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് സർ. ഇത് വികസനത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും ഒരു പുതിയ അധ്യായമായിട്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റിനെ കാണുന്നത് സർ. ഇത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പിടിയിൽ ശ്വാസം വിട്ടുമ്പോഴും ഒരു പുതുയുഗ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന വികസനത്തിനും ക്ഷേമത്തിനും കാലം ആവശ്യപ്പെടുന്ന സമഗ്രമായ മാറ്റങ്ങൾക്ക് നൽകുന്ന ഒരു വിസ്മയം ഉൾക്കൊള്ളുന്ന ബഡ്ജറ്റ് തന്നെയാണ് സർ. അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ എല്ലാവരും സൂചിപ്പിച്ചു. പുതിയ ആശയങ്ങൾ, പുതിയ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനുള്ള നടപടികളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്ന് വളരെ വ്യക്തമായും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായും എല്ലാവരോടും സൂചിപ്പിച്ചു. ഞാനതിൻ്റെ സമയക്കുറവ് കാരണം ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ നവകേരള നിർമ്മിതിക്ക് ശക്തമായ ഊർജ്ജം പകരുന്ന ഈ ബജറ്റിനെ നമ്മളെല്ലാവരും ഒരുമിച്ച് പിന്താങ്ങേണ്ടതുണ്ട്. കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ അല്ലാത്ത മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല എന്ന് കൃത്യമായും പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് സർ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ധനകാര്യ ധവളപത്രം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 5.7 ലക്ഷം കോടി രൂപയുടെ കടം ഏത് തരത്തിലൂടെയാണ് ഉണ്ടായത് എന്ന് കൃത്യമായും ധവളപത്രത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ GSDPയുടെ 35.5% കൃത്യമായും ഇതിൽ പറഞ്ഞിരിക്കുകയാണ് സർ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ്, ഉയർന്ന പലിശ നിരക്ക്, ദൈനംദിന ചെലവുകൾക്ക് കടമെടുപ്പ്, നികുതി പിരിവിലെ പരാജയം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, ഇതൊക്കെ കൊണ്ടാണ് ഈ കടം വർദ്ധിച്ചു വരികയും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ഈ ഒരു തരത്തിലൂടെ മോശമാകുകയും ചെയ്തത് എന്നത് കേരളം തുടർച്ചയായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പാദനത്തിന് മുടക്കാതെ ദൂർത്തുമായി മുന്നോട്ട് പോയ സർക്കാരിന് കഴിഞ്ഞകാല സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു കേരളത്തിന് ഈ പ്രയാസകരമായ കാലഘട്ടം എന്ന് നമുക്ക് കാണാൻ കഴിയും സർ. ഇവിടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ബഹുമാനനായ മുഖ്യമന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള 1-2 കാര്യങ്ങൾ. ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കിഫ്ബി ഉണ്ടാക്കിയ വിപത്ത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ ഒരു CNG പരിശോധന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. ഒരു റവന്യൂ ജനറേഷൻ പ്രോജക്റ്റ് അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കണം. ട്രാൻസ്പെറൻറ്റ് പ്രോജക്റ്റ് അലോക്കേഷൻ നടപ്പിലാക്കണം. ഞാൻ ട്രാൻസ്പെറൻറ്റ് പ്രോജക്റ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിഫ്ബിയുടെ തന്നെ വിതരണം നടത്തുമ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ് പാസ്സാക്കിയ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചാൽ ഏതൊക്കെ ജില്ലകളിലാണ് അതിൻ്റെ ഒരു വിതരണം നടത്തിയിരുന്നത് കൃത്യമായി നമുക്ക് ഈ ധവളപത്രത്തിൽ കാണാൻ കഴിയുകയാണ്. അപ്പോൾ അലോക്കേഷൻ കൃത്യമായും എല്ലായിടത്തും സന്തുലിതാവസ്ഥയിൽ നടപ്പിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഒരു ലൈവ് ഡാഷ്ബോർഡ്, പദ്ധതികളുടെ അനുമതിയും ഫണ്ട് വിതരണവും പൊതുജനത്തിന് കാണാൻ പാകത്തിൽ ഓൺലൈൻ ഡാഷ്ബോർഡ് വഴി സുതാര്യമാക്കണം എന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ അമിതാധികാരം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയെ മെർജ് ചെയ്യണം. ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കണം. ലോക മാതൃക സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് സർ ഇതിൻ്റെ ഭാഗമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സർ. അതിന് ലോകത്ത് തന്നെ മാതൃകയുണ്ട്. ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുകയാണ് സർ. സിംഗപ്പൂരിൽ തകർന്നടിഞ്ഞിരുന്ന സാമ്പത്തിക വ്യവസ്ഥയെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി ടെമാസ്ക് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാക്കിയത്. സ്വതന്ത്ര ഏജൻസിയെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിച്ച് ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കി നടത്തിപ്പിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്ന ഒരു തലം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഒരു മാറ്റങ്ങളും സിംഗപ്പൂർ ഇതുപോലെ വലിയ വികസനങ്ങളിലേക്കും പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും സർ. അതോടൊപ്പം
എന്താണ് ചൈനയിൽ നടത്തിയ മാതൃക സിസാക് മാതൃക ആണ് ചൈനയിൽ നടപ്പിലാക്കിയത്. അവിടെ എല്ലാ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്റ്റോക്ക് ഓൺഡ് അസറ്റ് സൂപ്പർവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷൻ എന്ന ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ചൈനയിലെ വ്യത്യസ്തങ്ങളായ വ്യവസായ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്ന വ്യവസായ സ്ഥാപനങ്ങളെ മുഴുവൻ പുനഃക്രമീകരിച്ചുകൊണ്ട് അവിടുത്തെ സാമ്പത്തികമായ ഉന്നമനം പ്രാവർത്തികമാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞത്. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ബ്രിട്ടീഷ് എയർവേസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ടെലികോമും വളരെ വലിയ നഷ്ടത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർ അതിന് താച്ചർ മോഡൽ എന്ന പേരിൽ ഒരു പ്രവർത്തന രൂപരേഖ നടത്തി നഷ്ടത്തിലുള്ളതിനെയൊക്കെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തി പ്രൈവറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് സിംഗപ്പൂരിലും ചൈനയിലും ബ്രിട്ടനിലുമൊക്കെ സാമ്പത്തികമായൊരു മുന്നോക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏത് തരത്തിലാണ് നഷ്ടമുണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ ഒരു തരത്തിൽ ക്രമീകരണം നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ ഒരു ഉന്നമനം ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സർ, കേരളം ഇതൊക്കെ മാതൃകയാക്കാവുന്നതാണ്. അത് പറയുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മാർക്സിൻ്റെ ആശയം എന്നും മാറ്റങ്ങൾക്ക് വേണ്ടി വിധേയമാകാൻ ശ്രമിക്കുന്നതാണ്. മാർക്സിൻ്റെ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മാറ്റങ്ങളെയും വിധേയമാക്കാൻ ശ്രമിക്കുന്നതിന് അതിനെതിരെയൊക്കെ സമരങ്ങൾ നടത്തുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നിലപാടിൽ നിന്ന് അവർ മാറിക്കൊണ്ടേയിരിക്കണം. അത് മാറിയാലേ കേരളത്തെ നന്നാക്കാൻ കഴിയും. അതിനാവശ്യമായ നടപടിയിലേക്ക് അവർ വരണമെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അവരോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. സർ, ആരോഗ്യ വിദ്യാഭ്യാസ ഉന്നത മേഖലയുടെ ഒരു കോൺക്ലേവ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ കോൺക്ലേവ് നടത്തി കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും എങ്ങനെ പരിഷ്കരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായും അതിൻ്റെ എന്നാലും ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിൽ ഇടപെട്ടുകൊണ്ട് അനിവാര്യമായ ചില വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ അതിൽ വരുത്താൻ ആവശ്യമായ നടപടികൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് വളരെ വ്യക്തമായി ആഗ്രഹിക്കുകയാണ്. സർ, മഹത്തായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട മഹാത്മാവിൻ്റെ നാടാണ്. ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. സർ, ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത ഒരു 10 വർഷക്കാലമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞു പോയത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു മാറ്റത്തിനുള്ള തുടക്കം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചിരുന്ന കോട്ടക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ്, വട്ടപ്പാറയിലെ വളാഞ്ചേരിയിലെ ഫയർ സ്റ്റേഷൻ, കൈതക്കടവ് പാലം ഒക്കെ തുടങ്ങി ഒരുപാടേറെ പദ്ധതികൾ ഇന്നും നടക്കാതെ കിടക്കുകയാണ്. സർ, ആ പ്രവർത്തനങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായ ഒരു നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകൾ കൂട്ടിക്കൊണ്ട് അമിതമായ ഒരു ആവേശത്തിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനെക്കുറിച്ച് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനനായ മുഖ്യമന്ത്രി തന്നെ പറയുന്ന ടീം UDF എന്ന ആ ടീം UDFന് പിന്തുണ നൽകിക്കൊണ്ട് മൂന്നാമത്തെ ഭൂരിപക്ഷം നൽകിയാണ് എന്നെ ഈ നിയോജക മണ്ഡലത്തിലെ ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. സർ, അതുകൊണ്ട് കോട്ടക്കലിലെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കണം. സർ, ചങ്ങമ്പുഴയുടെ രണ്ട് വരികളെയാണ് ഓർമ്മ വിടുന്നത്. കപടകാലത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന ചങ്ങമ്പുഴയുടെ വാക്കുകൾ. സർ, ആ ഒരു എൻ്റെ വേദന എന്നതിനപ്പുറത്ത് കോട്ടക്കലിലെ ഈ 63,000 വോട്ട് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചെടുത്ത ആ ആളുകളുടെ പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടിയുള്ള നടപടി ഉണ്ടാകണം അങ്ങയുടെ ഭാഗത്തുനിന്ന്. അത് പരിപൂർണമായും നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പരിപൂർണമായി ഞാൻ പിന്തുണക്കുന്നു. സർ.